ഒരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് കടന്നു കയറുവാൻ ഒരു അവകാശം ആർക്കും ഇല്ലല്ലോ ശ്രീ രാഹുൽ. അപ്പൊ ജഡ്ജി വളരെ വ്യക്തമായിട്ട് ഇതൊരു അഭിഭാഷകൻ, പ്രതിയുടെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ബട്രസ് ചെയ്യാൻ ശ്രമിച്ച ഒരു പോയിന്റിനെ റിപ്പൽ ചെയ്തുകൊണ്ട് തന്നെ കോടതി പറഞ്ഞത് ഞാൻ എന്റെ ഹൃദയത്തിലെടുത്ത് അതെന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ആ മറുപടി പറഞ്ഞത്. എത്ര പല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാകാം, അതുകൊണ്ട് ഈ ആരോപണം ശരിയല്ല എന്നുണ്ടോ? ഇതിന്റെ ആരോപണത്തിന്റെ ഗൗരവത്തെ ശരിയാണ്. അഡ്വക്കേറ്റ് ടി വി ബിനി, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? രാഹുൽ പറയുന്നത് ഈ 14 പേർക്കെതിരെയും ആരോപണം ഉന്നയിച്ചതാണ്, പക്ഷേ എന്തിന് സിദ്ദിഖിനെ മാത്രം വേട്ടയാടുന്നു എന്നുള്ളതാണ്. അതല്ലേ രാഹുലിന്റെ പോയിന്റ്, ശ്രീമതി ടി വി ബിനി? സൂര്യനെല്ലി കേസിൽ എത്ര ആളുകൾക്കെതിരെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്? ഈ പറവൂർ സെക്സ് റാക്കറ്റ് കേസിൽ എത്ര ആൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട്? എന്ന് കരുതി ആ കുട്ടികൾ മോശക്കാരാണെന്ന് പറയാൻ പറ്റുമോ? ഇത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ആ കുട്ടീനെ പല രീതിയിൽ പല ആളുകളും ഈ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ കോടതി ഇതിൽ ഇങ്ങനെ ചൂണ്ടിക്കാട്ടാനായിട്ടുള്ള കാരണം പോലും. അപ്പം അത് അങ്ങനെ പീഡനത്തിന് വിധേയരാകുന്ന കുട്ടികളാണോ കുഴപ്പക്കാർ, അതോ പീഡനം നടത്തുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സെക്സ് എന്ന് പോലും അറിയാത്ത ഒരു പ്രായത്തിലാണ് ഈ ഭീകരമായിട്ടുള്ള അറ്റാക്ക് ആ കുട്ടിക്കെതിരായിട്ടുണ്ടായത് അയാള്. അപ്പൊ അത് ഇയാൾക്ക് ഇതെല്ലാം അറിയുന്ന ആളല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയുന്ന ഒരാളല്ലേ. എന്നിട്ട് പിന്നെ ആൾ എന്തുകൊണ്ട് ചെയ്തു? ആയിക്കോട്ടെ, 22 വയസ്സ് മഹാവയസ്സൊന്നല്ല. 22 വയസ്സ് ഈ സെക്ഷൽ ഇന്റർകോഴ്സിനെ കുറിച്ച് എല്ലാം അറിയുന്ന വയസ്സല്ലല്ലോ 22. 22 വയസ്സിൽ സഹപാഠിയുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ആൺകുട്ടികളോട് താമസിക്കുകയും ചെയ്തതിന് ചൈനയിൽ നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ്. പറയണത് എന്തിനാണ്? പക്ഷേ ഇത് കോടതിയിൽ ഉന്നയിച്ചിട്ട് കോടതി അത് പരിഗണിച്ചു പോലും ഇല്ലല്ലോ രാഹുലെ. നോക്കൂ രാഹുൽ, നിങ്ങൾ ഈ വിക്ടിമിനെ എത്ര മോശമായിട്ട് കോടതിയുടെ ജഡ്ജ്മെന്റിലുള്ള കാര്യത്തിനെ പോലും വയലേറ്റ് ചെയ്തുകൊണ്ട് കോടതിയെ സുപ്രീം കോടതി നിങ്ങൾ എന്തിനാണ് വിക്ടിമിനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ ആദ്യം പറയേണ്ടത് ആ ഇൻസിഡന്റ് ഉണ്ടായോ ഇല്ലയോ. അഭിലാഷ് കൃത്യമായി പറഞ്ഞില്ലേ, എത്ര മോശമായിട്ടുള്ള ഒരു സ്ത്രീ ആയിക്കോട്ടെ, ആ ഇൻസിഡന്റ് ഉണ്ടായോ, നിങ്ങൾ റേപ്പ് ചെയ്തോ ഇല്ലയോ, അത് പറഞ്ഞ പോരെ. എന്തിനാണ് ആ കുട്ടീനെ ഇത്തരത്തിൽ മോശമായി നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്? എന്താണ് നിങ്ങൾ ഇത്രയും മോശമായി? രാഹുൽ കുറച്ചു നേരമായി ചൈനയിലെ കാര്യം പറയുന്നുണ്ട്. ശ്രീമതി ടി ബി ബിനി, ചൈനയിലെ കാര്യം രാഹുൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് കോടതിയുടെ പരിഗണനയിൽ വന്ന കാര്യമല്ലേ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത്? ഇതെല്ലാം അവരുടെ വക്കീൽ അവിടെ പറഞ്ഞ കാര്യങ്ങളല്ലേ. മാത്രം എത്ര ദിവസമായി രാഹുൽ ആ കുട്ടിയെ ഈ രീതിയിൽ ഷെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു? മാഡം ഇത് സത്യമല്ലേ മാഡം? ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്നതാണ്. ഈ വ്യക്തിക്കെതിരെ ഡോക്യുമെന്റ് എവിഡൻസ് ഉള്ളതല്ലേ? ഇത് കേട്ടതൊന്നും ഞാൻ ഉണ്ടാക്കി പറയുന്നതാണ്. ഇത് സത്യമല്ലേ? ഇത് യൂണിവേഴ്സിറ്റിയുടെ ഡോക്യുമെന്റ് പേപ്പറാണ്. ഞാൻ കൈമടക്കുന്നത് ആ കുട്ടിക്ക്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വിചാരിക്കും. നോക്കൂ രാഹുൽ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് വിചാരിക്കും, നിങ്ങളുടെ ഭാര്യയാണെന്ന് വിചാരിക്കും. നിങ്ങൾ ആ കുട്ടിയുടെ സമ്മതമില്ലാതെ, ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ ഒരുത്തൻ കൈവച്ചാൽ അതിന് ശിക്ഷ വിധിക്കുന്നതാണ് നമ്മുടെ ജൂറിസ്പ്രുഡൻസ്, മനസ്സിലായോ? അല്ലാതെ ആ കുട്ടിയെ മോശക്കാരിയാക്കുകയല്ല ചെയ്യേണ്ടത്. വ്യാജ പരാതി അല്ലല്ലോ, ഓ കുട്ടി കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രശ്നമില്ല, അച്ഛൻ ചെയ്തിട്ടുണ്ട്. അല്ല, രാഹുലിന്റെ അച്ഛനാണോ സിദ്ദിഖ്? രാഹുലിന് എത്ര അച്ഛനുണ്ട്? അല്ല, ദിലീപ് അച്ഛൻ, സിദ്ദിഖ് അച്ഛൻ, മുകേഷ് അച്ഛൻ. എടോ, ഈ മെയിൽ ഷോവനിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒറ്റയെടുത്ത് സംസാരിക്കുന്നത്. എനിക്ക് ഒറ്റയെടുത്ത് സംസാരിക്കാൻ മിനി, ഇന്നത്തെ പാരഗ്രാഫിൽ തന്നെ 23-ാമത്തെ, ഇന്നത്തെ വിധിയിൽ തന്നെ 23-ാമത്തെ പാരഗ്രാഫിൽ അത് കൃത്യമായിട്ട് ഈ രാഹുൽ പറഞ്ഞതിനുള്ള മറുപടിയുണ്ട്. എ വുമൺസ് എക്സ്പീരിയൻസ് ഓഫ് സെക്ഷൽ അസോൾട്ട് ആർ നോട്ട് എ റിഫ്ലക്ഷൻ ഓഫ് ഹർ ക്യാരക്ടർ ബട്ട് റാദർ ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഹർ സഫറിംഗ്. ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ കോടതിയുടെ ഉത്തരവിൽ രാഹുൽ. കുട്ടിയെ ഇയാൾ പറഞ്ഞ മുഴുവൻ കോടതി അലക്ഷ്യമാണ്.
സിദ്ദിഖിനെയും രാഹുലിനെക്കാളും വിരോധമില്ല. പക്ഷേ ഒരു യൂണിവേഴ്സിറ്റിയുടെ കണ്ടെത്തൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിക്ടിമിനെ അപമാനിക്കലായോ? അതായത് സിദ്ദിഖിനെ, നിവിൻ പോളിയെ, രഞ്ജിത്തിനെ ആരെയും അപമാനിക്കുന്നതിന് ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു കുട്ടിക്കെതിരെ ചൈനയിലെ യൂണിവേഴ്സിറ്റി ഔദ്യോഗികമായി കണ്ടെത്തി ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ വിരോധിയാവുമോ? എന്തൊരു കഷ്ടമാണ്. ഞാൻ ഈ പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയ പരാതിയൊന്നുമല്ലോ, ഒരു ഫാക്ട് ഫൈൻഡിംഗ് കമ്മീഷൻ നടത്തിയ കാര്യമല്ലേ. ഒരു രാജ്യത്തുനിന്ന് പുറത്താക്കിയ വ്യക്തിയാണ്, ചൈന രാജ്യത്തുനിന്ന് ഈ വ്യക്തിയെ പുറത്താക്കിയതാണ്. അതിന് മറുപടി മറ്റൊരു സെന്റൻസ് കൂടിയുണ്ട്. ദ അറ്റംപ്റ്റ് ടു ബ്ലെയിം എ വുമൺ ഫോർ സ്പീക്കിംഗ് ഔട്ട് മേ ബി എ സ്ട്രാറ്റജി ടു സൈലൻസ് ഹർ വിച്ച് ഈസ് ഹോസ്റ്റൈൽ ടു ദ സുപ്രീമസി ഓഫ് ദ ലോ എന്നും പറയുന്നുണ്ട്. കോടതി ഇക്കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് രാഹുലെ, ഈ ചൈനയുമായിട്ട് വന്നു കഴിഞ്ഞാൽ.